നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇടത് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണം തള്ളി ആര്യാടൻ ഷൌക്കത്ത്. മരിക്കും വരെ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ആര്യാടൻ ഷൌക്കത്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സ്ഥാനാർത്ഥിയെ ചൊല്ലി നിലമ്പൂരിൽ തർക്കമില്ലെന്നും UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഷൌക്കത്ത് വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി UDFൽ പ്രതിസന്ധി തുടരുമ്പോഴാണ് ആര്യാടൻ ഷൌക്കത്ത് നിലപാട് വ്യക്തമാക്കിയത്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ LDFിലേക്കെന്ന അഭ്യൂഹം പാടെ തള്ളി ആര്യാടൻ ഷൌക്കത്ത് രംഗത്ത് വന്നു. ഞാൻ മരിക്കുമ്പോൾ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ മേലിലും കോൺഗ്രസിൻ്റെ ഒരു പതാക പുതപ്പിക്കണം എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആഗ്രഹം. സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാതെ സ്വയം സ്ഥാനാർത്ഥിയാകരുതെന്ന് പിതാവ് നേരത്തെ പറയുമായിരുന്നു. കോൺഗ്രസ് ആരെ പ്രഖ്യാപിച്ചാലും വിജയിപ്പിക്കുമെന്നും ആര്യാടൻ ഷൌക്കത്ത്. സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാതെ നമ്മൾ സ്വയം സ്ഥാനാർത്ഥിയാവുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാവരുത് എന്നൊരു വലിയ പാഠമാണ് അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് ആരെയാണോ പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഇവിടെ നിലമ്പൂർ സദാ സജ്ജമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മണ്ഡലത്തിൽ UDF തന്നെ വിജയിക്കണമെന്നാണ് PV അൻവറിനും ആഗ്രഹമെന്നും ഷൌക്കത്ത് വ്യക്തമാക്കി. ഷഫീഖ് അറുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ.